ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിരിക്കണം കേട്ടോ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, അമ്മയും ചേച്ചിയും ഒമാനിൽ നിന്ന് ഒരു 1 വീക്ക് നമ്മുടെ കൂടെ ദുബായിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ദുബായിൽ ബസ് സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മസ്കറ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മനെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും നമ്മളന്ന് പോകാനും ഒക്കെ ആയിട്ട് ഈ ദുബായിൽ ബസ് സ്റ്റേഷൻ നമുക്കിപ്പോൾ ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് വന്നു പോണ ഒരു സ്ഥലമായി കേട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് അധികം ട്രാഫിക് ഉണ്ടായില്ല. എന്നാലും നമ്മൾ ഇത്തിരി നേരത്തെ തന്നെ ഇറങ്ങിയിട്ടോ. അങ്ങനെ ദുബായിൽ ബസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ 6 മണിക്കാണ് ഇവിടെ അവർ എത്താട്ടോ. നമ്മളിവിടെ ഒരു 5:15 ആയപ്പോൾ എത്തിയിട്ടോ. ട്രാഫിക് എങ്ങനെയും കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്തിരി നേരത്തെ ഇറങ്ങിയത്. 5:15 ആയപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടോ. നല്ല ചൂടാണ് കേട്ടോ പുറത്ത്. നമുക്ക് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാറുള്ളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. അപ്പോൾ കുറച്ച് ദൂരെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് നടന്നു വരാട്ടോ. നടന്നു വരുമ്പോൾ അമ്മയ്ക്കും എനിക്കും ഉണ്ണികൾക്കും ചേട്ടനും എല്ലാവർക്കും ഈ ഒരു വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട്. വലിയ കാര്യമായി തോന്നി. നല്ല തണുത്ത വെള്ളം എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ എല്ലാവർക്കും നമ്മളിങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് പോവുകയാണെങ്കിൽ അവരിങ്ങോട്ട് വിളിച്ച് മരുന്ന് വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ അമ്മേനും ഉണ്ണികളെടുത്തിട്ട് നേരെ ഇങ്ങോട്ടായിട്ട് വന്നത്. അപ്പോൾ നമുക്കൊരു ചായ കുടിക്കാൻ തോന്നി. എത്ര ചൂടാണെങ്കിലും നമുക്ക് മലയാളികൾക്ക് ഒരു 4 മണി 5 മണി സമയത്ത് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു സംതിങ് ആണല്ലോ. അപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നി. ഒരു ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കുഞ്ഞിപ്പാറാണെങ്കിലും കുഞ്ഞാറ്റാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. കുക്കുനും കുഞ്ഞാപ്പനിക്കും കാണാനുള്ളൊരു ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ അവർ രണ്ടാളും ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ ബസ് വന്നിട്ടോ. അങ്ങനെ അമ്മയും ചേച്ചി ഉണ്ണികളെല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാർ ഇത്തിരി ദൂരെയാണല്ലോ നമ്മൾ പാർക്ക് ചെയ്തിട്ടത്. അപ്പം ഇനി നമ്മൾ അവിടേക്ക് ഇത്തിരി നടന്ന് പോകണം കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ബസ്സും പിന്നെ ടാക്സിക്ക് വരും. പക്ഷേ നമ്മുടെ പ്രൈവറ്റ് വണ്ടികളൊന്നും ഉള്ളിലേക്ക് എല്ലോ അല്ല. അങ്ങനെ എല്ലാവരും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. ഉണ്ണികളിക്ക് ഭയങ്കര ഹാപ്പിയായി. നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. നമ്മുടെ കാറ് വരാൻ ചേട്ടൻ കാർ എടുക്കാൻ വേണ്ടി പോയിരിക്കാം. അപ്പം ഞാനും ഉണ്ണികളും അമ്മയും എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. പെട്ടിക്ക് ഞങ്ങൾ ഇവിടെ വെച്ച് വന്ന് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചേട്ടൻ്റെ വണ്ടി വരുമ്പോൾ വേഗം കയറി പോകണം. ഇവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ ഫൈനിക്കും കിട്ടും കേട്ടോ. മറ്റേ ടാക്സിക്കും വരും, സാധാ ടാക്സിക്കും. നമ്മുടെ വണ്ടി പ്രൈവറ്റ് വണ്ടി അധികം നേരം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർ ഫൈൻ അടിക്കും. ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് വലിയമ്മ കൊണ്ടെന്താണ് കേട്ടോ. പാവക്കുട്ടി വന്നപ്പോൾ തന്നെ നമ്മളന്ന് ഒമാനിക്ക് പോകുമ്പോൾ എടുത്ത് വെച്ചതാണ് കേട്ടോ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാവരും മടിയിലും ഓരോ കുട്ടി വീതം എന്ന രീതിയിൽ എല്ലാവരും എങ്ങനെയൊക്കെയോ ബാക്ക് സീറ്റിൽ ഇരുന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. പോണ വഴിയിൽ നമ്മൾ വീണ്ടും ഒരു ചായ കുടിക്കാം എന്ന് വിചാരിച്ച്. കാരണം ചേച്ചി അമ്മയ്ക്ക് അവിടെ നിന്ന് 5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ബസ്സിലിരിക്കുമ്പോൾ ഭയങ്കര ടയേർഡാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ അടുത്ത് തന്നെ ഒരു നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. തലശ്ശേരി റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഒരു ചായയും കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി നമ്മളൊരു പടയായിട്ടാണ് കേട്ടോ പോണത്. കുറേ പിള്ളേരും ഉണ്ണികളെല്ലാവരും കൂടി ഒരു പടയായിട്ട് നമ്മളെല്ലാവരും കൂടി പോകണത് കേട്ടോ. കുക്കുനും കുഞ്ഞാപ്പൂനും ദുബായിലത്തെ ഓരോ കാര്യങ്ങൾ കാട്ടെടുക്കേണ്ട തിരക്കിലാണ് കേട്ടോ. കുഞ്ഞാറ്റും കുഞ്ഞിപ്പാറയ്ക്കും. അങ്ങനെ നമ്മൾ ആദ്യം വന്നത് നമുക്ക് സീറ്റ് ഉള്ളിൽ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് വന്നിരുന്നു. പുറത്ത് സീറ്റ് ഉണ്ടായിരുന്നു. പുറത്ത് നല്ല ചൂട് കാറ്റടിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ആ റെസ്റ്റോറൻറ്റ് ആൾ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അകത്ത് പോയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തലശ്ശേരി റെസ്റ്റോറൻറ്റിൻ്റെ രാഷ്ട്രീയയിലാണ് കേട്ടോ നമ്മളകത്ത് കയറിയിരുന്നു കേട്ടോ. അകത്ത് കയറിയിരുന്നപ്പോൾ ഒരു സമാധാനമായി. AC ഉള്ളത് കൊണ്ടേ പുറത്ത് നല്ല ചൂട് കാറ്റായിരുന്നു, നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിരുന്നു. 2 സ്നാക്സും കാര്യങ്ങളൊക്കെയും പറഞ്ഞു കേട്ടോ. ഉണ്ണികൾക്ക് പിന്നെ ജ്യൂസ് മതി പറഞ്ഞു, ചായ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണികൾക്കും അമ്മയ്ക്കും ജ്യൂസ് മതി എന്ന് പറഞ്ഞു കേട്ടോ. കാരണം നമ്മൾ ആദ്യം ഒരു ചായ കുടിച്ചുള്ളൂ. അപ്പോൾ ഉണ്ണികൾക്ക് എല്ലാവർക്കും ജ്യൂസും പിന്നെ അമ്മയ്ക്കും എനിക്കും ചേച്ചിക്കും ഒരു ചായയും പറഞ്ഞു, ഒന്ന് ഉഷാറാവാൻ വീണ്ടും. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെയും കഴിച്ച് പിന്നെ നമ്മൾ തിരിച്ച് ഇതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ. നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരമുണ്ട്, എന്നാലും അടുത്ത് തന്നെയാണ് നമ്മുടെ വില്ല കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് പഴംപൊരി പറഞ്ഞു, പിന്നെ ചിക്കൻ റോള് പറഞ്ഞു കേട്ടോ. പ്രസാദം വാങ്ങണ പോലെ
അങ്ങനെ നമ്മൾ ചായക്കും കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. 5 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ളത് കൊണ്ട് എല്ലാവരും മുഖത്തും ചെറിയൊരു ക്ഷീണമുണ്ട് കേട്ടോ. ഇനി വീട്ടിൽ പോയി ഒന്ന് റിലാക്സിക്കും ചെയ്തിട്ട് പിന്നെ കാണാം. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്